ഇത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റിന് നൽകിയ ശിക്ഷയായി കാണുന്നതിന് വേണ്ടി കഴിയില്ല. കാരണം ഇത് വെറൊരു സസ്പെൻഷൻ മാത്രമാണ്. ഇത് നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. കാരണം സമൂഹത്തിൽ നിന്നാകെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നപ്പോൾ നടപടിയിലേക്ക് പോകുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടം നേതാക്കന്മാരെ ഭീഷണിപ്പെടുന്നതിന് വേണ്ടി തയ്യാറായി. ഞാനും പല കാര്യങ്ങളും വിളിച്ചു പറയുമെന്ന് രാഹുൽ മാങ്കൂട്ടം പരസ്യമായി പറയുന്നതിന് വേണ്ടി തയ്യാറായി. അതോടുകൂടി നേതാക്കന്മാർ മയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷയെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഉയർന്നു വന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആബാലവൃദ്ധജനങ്ങളും ഒരുപക്ഷെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്നു വന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു എങ്കിൽ അതൊരു ന്യായമായി എടുത്ത നടപടിയാണെന്ന് പറയുന്നതിന് വേണ്ടി കഴിയുമായിരുന്നു. അപ്പോൾ അവർക്ക് അന്തസ്സായിട്ട് പറയാം, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, ഞങ്ങൾ നടപടി സ്വീകരിച്ചു എന്ന് പറയാം. അത് ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം, പൊതുവിൽ പാലക്കാട്ടത്തെ ജനങ്ങളും കേരളീയ സമൂഹവും ആവശ്യപ്പെടുന്നത് ഇയാൾ രാജിവയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജിവയ്ക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നപ്പോൾ ആ ആവശ്യം ഉന്നയിച്ച കോൺഗ്രസിൽപ്പെട്ട വനിതകളെപ്പോലും മഹാമോശമായി തന്നെ അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഉള്ളത്.